സുന്ദരിയ മണ്ണിളവേവാ. സുന്ദരിയാടാ നീ വിളിച്ചോണ്ടിരിക്കണേ? എന്തായാലും നിന്നെയല്ല, ഒന്ന് പോയി തരുമോ? നീ മറ്റേ അമേരിക്കക്കാരിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോ മുതൽ നീ പാട്ട് പാടലും മേക്കപ്പ് ഇടലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ മേക്കപ്പ് ഇടും, പാട്ട് പാടും, ആടും ചാടും. നിനക്കെന്താ കുഴപ്പം? നീ മേക്കപ്പ് ഇട്ടോ, പാട്ട് പാടിക്കോ, ആടുവോ ചാടോ, എന്ത് വേണം ചെയ്തോ. പക്ഷെ എന്റെ മേക്കപ്പ് സാധനം ഉപയോഗിച്ചാടല്ലോ കുഞ്ഞിനെ. അത് പറയാൻ വേണ്ടിയാണ് തമ്പുരാട്ടി ഇപ്പൊ എഴുന്നള്ളി ഇങ്ങോട്ട് വന്നത്. ഞാനിന്ന് ഇവിടെ ഇരുന്നോട്ടെ, ഒന്ന് കേറി പോവോ? ഇയ്യടാ അതല്ലടാ, വേറെ കാര്യത്തിനാ. നീയേ ഇങ്ങോട്ട് നോക്ക്. അച്ഛമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നീ കണ്ടായിരുന്നു? ഞാൻ ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. നീ ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാറില്ലേ? എടി കൃഷ്ണേ, എനിക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഈ കാർഷിക ലോകത്തൊരു വിപ്ലവം സൃഷ്ടിക്കണം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ PSC പഠിക്കണം, പിന്നെ അമേരിക്കക്കാരിനെ വളയ്ക്കണം, എന്നിട്ട് നീ അമേരിക്ക പോണം, എന്നെ കൊണ്ടുപോകണം. ഒരുപാട് കാര്യങ്ങളുണ്ടടാ. നിന്നെ കൊണ്ടുവന്നായിരുന്നു ഞാൻ ആലോചിക്കാം. നീ നീ ഇങ്ങോട്ട് നോക്ക്. നീ അച്ഛമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ ഇല്ലയോ? ഇടി, എനിക്ക് ഈ ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാനുള്ള ടൈം ഇല്ല. നീ ഇത് കണ്ടേ? കണ്ടാ അച്ഛമ്മയുടെ പ്രൊഫൈൽ പിക്ക് കണ്ടോ? ഇത് എന്തോടി ഇങ്ങനെ ഫോട്ടോ കിട്ടക്കുന്ന അച്ഛമ്മ? എടാ ഫോട്ടോ നോക്കാണ്ട് താഴെയുള്ള ലൈക്കും കമന്റ് ഒക്കെ നോക്ക്. 3 ലൈക്ക്, അതിലിപ്പോ ഞാൻ തോന്നിക്കണം. എടാ ഈ ലൈക്ക് ചെയ്ത് ഒരേ ലൈക്ക് ചെയ്തേക്കുന്ന ആൾക്കാരെ നോക്കിയേ, ഒരു പുള്ളി തന്നെയാണല്ലോ ഈ കമന്റ് ഇട്ടേക്കുന്നത് എല്ലാ പോസ്റ്റിലും. ഏതോ ഗംഗാധരൻ, അതിനിപ്പോ അച്ഛമ്മയുടെ ഫ്രണ്ട് ആയിരിക്കും. എടാ നീ മണ്ടനായിട്ട് അഭിനയിക്കുവാണോടെ? എടാ ഈ ഗംഗാധരൻ ആരാണെന്നാ ചോദിച്ചത്. അച്ഛമ്മയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ ഗംഗാധരൻ? വെറും ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ? പിന്നെ എടാ ഈ ഫേസ്ബുക്കില് തംബ്നെയിൽ ഇടാനുള്ള മറ്റേ തമ്പില്ലേ, മറ്റേ തംബ്ലേക്ക് അതിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് പുള്ളി എന്തിനാ ഈ ഹാർട്ട് വരച്ചോണ്ടിരിക്കുന്നത്? എല്ലാ പോസ്റ്റിലും ഹാർട്ട് ഉണ്ട്. അത് ശരിയാണല്ലോ. അപ്പൊ സംതിങ്. ഓ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നിനക്ക് ഇതൊക്കെ തന്നെയുള്ള പണിയല്ലേ? ഞാൻ എന്തായാലും പോയേ അച്ഛമ്മയോട് ഈ കാര്യം ചോദിക്കാം. നീ കൂടാ, ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തോളാം. ഓക്കെ? ഞാൻ എനിക്കിത് വാരിത്തരുന്നെന്ന് കണ്ട നിന്റെ ചേച്ചിയും ചേട്ടന്മാരൊക്കെ എന്തൊക്കെ പറയുമെന്നറിയാം. അവർക്കും വാരി കൊടുക്കാൻ പറയാം. വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വാരി നിലത്തടിക്കും. അതല്ല, കെട്ടിക്കാൻ പ്രായമായ നിനക്ക് വാരിത്തരുന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കും. അത് അമ്മ എപ്പോഴും പറയുന്നതാണല്ലോ, എന്നെ കെട്ടിച്ചു വിട്. നീ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അല്ലെ പിടിച്ച് കെട്ടിയിട്ടാണ് ഞാൻ. കഴിക്കടാ. ആരെ കെട്ടിച്ചു വിടുന്ന കാര്യമാണ് അമ്മയമ്മകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാധവി പീപ്പി. ഓ, ചേച്ചിമാരെ കെട്ടിച്ചു വിടുന്ന കാര്യത്തിൽ അനിയൻ ഇത്രയ്ക്ക് ശ്രദ്ധയുണ്ടാ? അല്ല, നിങ്ങളെപ്പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടക്കാവൻ. ഇനി എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് ലോകത്തിൽ ഒരാളെ പറയുള്ളൂ, അത് പുഷ്പ. നിങ്ങൾ എന്താ മക്കൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചത്? ഞാൻ മക്കൾക്ക് വേണ്ടിട്ട് ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ടടി. ഇനിയും ചിലതൊക്കെ കൂടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എന്ത് ശ്രമമാ ഉള്ളത്? ഞാനേ 40,000 രൂപയ്ക്ക് ഒരു കിടിലം സ്കൂട്ടർ വന്ന് പെട്ടിട്ടുണ്ട്. അത് മേടിച്ച് ഒരു ചെറിയ മിനുക്കുമണി ചെയ്ത് ഒരു 1000-2000 രൂപ മിനുക്കുമണി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 60,000 രൂപ കിട്ടും. 20,000 രൂപ ലാഭം കിട്ടും. ഈ 20,000 രൂപയാണ് നിങ്ങൾ പിള്ളേർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചത്? അതിനെന്താ, 20 അല്ലേ? അയ്യോ അച്ഛാ, ഞാൻ പൈസ കൊണ്ട് ടൂത്ത് പിക്ക് പോലും വാങ്ങാൻ പറ്റൂലല്ലോ. ചെറിയ വായിൽ വലിയ സംസാരം വേണ്ട കേട്ടാ. ഡേ, നീ എന്തിനാ ഇവന് വാരി കൊടുക്കുന്നത്? അത് അമ്മമാര് ഈ വാരി തന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ്. അതിൽ കുറച്ചുള്ള ടേസ്റ്റ് ഒക്കെ മതി. അതെടുത്ത് അപ്പുറത്ത് പോയി കഴിച്ചേ. അയ്യോ, ഇന്നാലെ അച്ഛന് വാരി തരുന്നു ഞാൻ കണ്ടയാളോ? അതോ അച്ഛമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് വാരി തന്നു. ആ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് വാരി തരുന്നു. അല്ലെങ്കിൽ നിന്റെ അമ്മ ഒരു സ്നേഹനിധിയല്ലേടാ? നിന്റെ അമ്മയ്ക്ക് എന്നോടും ഭയങ്കര സ്നേഹമാ. അല്ല. ഓ പിന്നെ എന്താ ഇപ്പൊ ഒരു ഒലിപ്പീര്? ഒലിപ്പീരൊന്നുമില്ല. നീ ഒരു 40,000 രൂപ ഒന്ന് സഹായിക്കൂ. പൈസ ഉണ്ട്, പക്ഷെ തരത്തില്ല. എടീ, 40 തന്നാൽ ഒരാഴ്ചക്കുള്ളിൽ 45,000 ആയിട്ട് തിരിച്ചു തരാം. വേണ്ട, ആ പരിപാടി ഞാൻ നിർത്തി. എനിക്ക് ഇവിടുന്ന് ആരും പൈസ തന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എനിക്ക് പുറത്തുനിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ പൈസ തരാനുണ്ട്. അത് നിന്റെ തള്ളയോട് പറഞ്ഞു കൊടുത്തേക്ക്. അധികം കിടന്നിങ്ങനെ തുള്ളണ്ട, കടക്കാർ വാതിക്കൽ വരും. ഇത്രയും വർഷമായിട്ട് ഇവിടെ കടക്കാരൊന്നും വന്നിട്ടില്ലല്ലോ, ഇനിയും വരികയല്ല. ഞാൻ അന്തസ്സായിട്ട് ബിസിനസ് ചെയ്ത് കാണിച്ചു തരാടി കേട്ടാ. നീ ഊട്ടിക്കൊണ്ടിരി.